അനുഗ്രഹീതമായ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവചന മിനിസ്ട്രിയുടെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിലെ പ്രധാന പഠിപ്പിക്കലുകൾ ഉൾപ്പെടുന്ന ഗിരിപ്രഭാഷണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണ് ഈ പരമ്പരയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ഉപവാസം എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലെ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു തുടങ്ങിയത്. അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി ആ വേദഭാഗം വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഉപവാസം എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കിട്ട ഭാഗം ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം എന്ന് പറയുന്ന വിഷയം ഇവിടെ തൻ്റെ ശിഷ്യന്മാരുമായി പങ്കിടുമ്പോൾ രണ്ട് വിധത്തിലുള്ളതായ കാര്യങ്ങൾ, രണ്ട് വിധത്തിലുള്ള ഉപവാസത്തെക്കുറിച്ച് കർത്താവ് അവരുമായി പങ്കിടുകയാണ്. ആദ്യമായിട്ട് കർത്താവ് അവരോട് പറയുന്നത് ഫേക്കായിട്ട് അല്ലെങ്കിൽ നാട്യമായിട്ട് വ്യാജമായിട്ട് ഉപവാസമാണെന്ന പ്രതീതി കാണുന്നവരിൽ തോന്നിക്കുന്ന നിലയിൽ ചെയ്യുന്ന കാര്യമാണ്. വാസ്തവത്തിൽ ഉപവാസമല്ല. എന്നാൽ കാണുന്നവർക്ക് തോന്നണം ഇയാളൊരു പരമഭക്തനാണ്, വളരെ ഉപവസിക്കുന്ന ഒരാളാണ് എന്ന് തോന്നണം. അപ്പോൾ അവിടെ തന്നെ കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ വ്യാജ ഉപവാസം എന്ന് പറയുന്ന ആളുകൾ അവർ ഉപവസിക്കുന്നു എന്ന് മനുഷ്യനെ ധരിപ്പിക്കുന്നതിന് വേണ്ടി അവർ പഴയ വസ്ത്രം ധരിക്കുമായിരുന്നു. ചിലർ കീറിയ വസ്ത്രം ധരിക്കുമായിരുന്നു. ധനാഢ്യരായ ആളുകൾ, വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് അല്ലാത്ത ദിവസങ്ങളിൽ നടക്കുന്ന ആളുകൾ വളരെ പഴകിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തെരുക്കോണുകളിലൂടെയൊക്കെ പോകുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഉപവസിക്കുന്ന മനുഷ്യനാണ്, അതുകൊണ്ടാണ് ഈ പഴയ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ടിരുത്തൻ പരീശൻ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അവൻ കഠിന ഉപവാസത്തിലാണ്, അതുകൊണ്ടാണ് കീറിയ വസ്ത്രം അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ആളുകൾ അതനുസരിച്ച് വിലയിടുകയാണ്. അതുപോലെ തന്നെ തലമുടി ചീകാതെയും മുഖം ഷേവ് ചെയ്യാതെയും അങ്ങനെയൊക്കെയുള്ളതായ രീതിയിൽ മുഖം വിരൂപമാക്കി പ്രാകൃതമായ രീതിയിൽ ഈ ഉപവസിക്കുന്നു എന്നുള്ളതായ ചിത്രം ജനങ്ങളുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. അവരെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. കാരണം അവർ ഉപവസിക്കുന്നു എന്നുള്ളതായ ചിന്ത ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിൽ അവർ വിജയിച്ചു. ജനങ്ങൾ ഇദ്ദേഹത്തെ ഒരു ഭക്തൻ എന്നുള്ളതായ നിലയിൽ മുദ്രകുത്തി. ഇദ്ദേഹം വളരെ ഉപവസിക്കുന്ന ഒരാളാണെന്ന് സമൂഹത്തിൽ അറിയത്തക്കവണ്ണം ഈ കാര്യങ്ങൾ സഹായകമായി എന്നുള്ളതാണ്. എന്നാൽ ഹൃദയം നോക്കുന്ന ദൈവം, ദൈവസന്നിധിയിൽ ഇവൻ്റെ ഹൃദയം നേരുള്ളതല്ല എന്നുള്ളതുകൊണ്ട് ഇവൻ ഉപവസിക്കുന്നില്ല, ദൈവവുമായി ചേർന്ന് വസിക്കുന്നില്ല എന്നുള്ള നിലയിൽ ദൈവം അതിനെ വിലയിരുത്തുകയാണ്. ഇവൻ്റെ ഈ നാട്യം, ഇവൻ്റെ ഈ അധ്വാനം ഇതെല്ലാം വെറുതെയാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഭക്ഷണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിലൂടെ അശുദ്ധാത്മാക്കൾ ശരീരത്തിൽ കയറുന്നു എന്നുള്ള ചിന്ത കൊണ്ടാണ് പ്രാചീനമായ കാലത്തെ ചില മതങ്ങൾ ആഹാരം വെടിയുന്നതിനുള്ളതായ തീരുമാനമെടുത്തത്. അങ്ങനെ ആഹാരം വെടിഞ്ഞാൽ ഈ അശുദ്ധാത്മാക്കളെ ഇറക്കിവിടാം എന്നുള്ളതാണ്. ആഹാരത്തോടുള്ള ബന്ധത്തിൽ രണ്ട് ചിന്താഗതികൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് സജീവമായി ഉണ്ടായിരുന്നു. ഇന്നും ആ നിലയിൽ ചിന്തിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. ഒന്ന്, ആഹാരം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് ഹിതകരമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. മറ്റൊന്ന്, ആഹാരം അല്ലെങ്കിൽ നല്ല ആഹാരം അത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നല്ല ആഹാരം നാം ഭക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയതാണ്. അപ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നല്ല ആഹാരം ഭക്ഷിച്ച്
ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിന് സഹായകമായ ചില വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അവർ ഭക്ഷിച്ച് ആരാധിച്ചു എന്നുള്ളതായ വാക്യമുണ്ട്. അപ്പോൾ ആ നിലയിലുള്ളതായ ചില വാക്യങ്ങളൊക്കെ ഇസ്രായേലിനുള്ള ബന്ധത്തിലും സങ്കീർത്തന ഭാഗങ്ങളിൽ നിന്നുള്ള ചില വാക്കുകളുമൊക്കെ എടുത്ത് ഭക്ഷിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിലൊരു കുഴപ്പവുമില്ല എന്നുള്ളതായ ആശയം. ഇവിടെ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നില്ല, നീ ഭക്ഷണം വെടിഞ്ഞ് നീ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തിൽ ഉപവാസം കൂടിയേ തീരൂ എന്നുള്ള നിലയിൽ, കൽപ്പന എന്നുള്ള നിലയിൽ ദൈവം നൽകിയിട്ടില്ല. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കിട്ടല്ലോ. മഹാപാപപരിഹാരത്തോടുള്ള ബന്ധത്തിൽ അതിന് തൊട്ട് മുമ്പ് ആളുകൾ ഉപവസിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഉപവാസം ഒരു ദൈവപൈതലിന് ആവശ്യമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഉപവാസം കൊണ്ട് ഒരു മനുഷ്യന് പ്രയോജനമുണ്ട് എന്നുള്ളത്, ദൈവത്തെങ്കിൽ നിന്ന് ചില കാര്യങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നതിലൂടെ നേടിയെടുക്കാം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുമായി ഇപ്പോൾ പങ്കിടുന്നത് ഫേക്കായിട്ട് അല്ലെങ്കിൽ നാട്യമായിട്ട് ഉപവസിക്കുന്നു എന്നുള്ള ചിത്രം ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നതിൽ ഉപവാസം കൂടിയേ തീരൂ എന്നില്ല. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് നാം ഉപവസിക്കണം എന്നില്ല. എന്നാൽ ഉപവാസം എന്ന് പറയുന്നതിൽ പ്രാർത്ഥന കൂടിയേ തീരൂ. നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. പ്രാർത്ഥന എന്ന് പറയുന്നതിൽ എനിക്ക് ദൈവത്തോട് എൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് ഞാൻ ഉപവസിക്കണമെന്ന് ദൈവം നിർബന്ധിക്കുന്നില്ല. എന്നാൽ ഞാൻ ഉപവസിക്കുകയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടവനാണ്. പ്രാർത്ഥിക്കാതെ ഞാൻ ഉപവസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഞാൻ ഉപവാസമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റെഗുലർ ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നു, എൻ്റെ റെഗുലർ ആക്ടിവിറ്റീസിലെല്ലാം ഞാൻ ഇൻവോൾവ് ആകുന്നു, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മുടക്കം കൂടാതെ ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഉപവാസമായി ദൈവം കണക്കാക്കുന്നില്ല. ഞാൻ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഭാഗം വായിച്ച് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ ഭാഗം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സമയമെടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നല്ലതാണ്. അത് ഞാൻ അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ കീറിയ വസ്ത്രം ധരിച്ചും അല്ലെങ്കിൽ തലയിൽ പൂഴി വാരിയിട്ടും അല്ലെങ്കിൽ വെണ്ണീർ വാരിയിട്ടും ഈ നിലയിലൊക്കെ മനുഷ്യരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്ന ഒരു കാര്യമായിട്ടിരിക്കുന്നില്ല ഉപവാസം. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ അവർ ഉപവസിക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന വ്യഗ്രത ഞാൻ ഈ ആത്മീയ ഗോളത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് ചില ആളുകളോട് നമ്മൾ ചോദിച്ച കുശലം ചോദിക്കുമ്പോൾ എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചു ഉടനെ തന്നെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ ഉപവാസമായിരുന്നു എടുത്തടിച്ചുള്ള മറുപടിയാണ്. നമ്മൾ വിശേഷമേ ചോദിച്ചുള്ളൂ, ഉപവസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞൊരു വിശേഷമല്ല. എന്ന് പറഞ്ഞാൽ ഈ ആള് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഉപവസിക്കുകയാണെന്ന് നമ്മളെ അറിയിക്കണം. അപ്പോൾ ചില ആളുകളെ നമ്മൾ ഫോണിൽ വിളിച്ചാൽ കിട്ടത്തില്ല, അദ്ദേഹം മറ്റെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനുശേഷം നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ 15 ദിവസമാണ് ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്, 16-ാം ദിവസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇങ്ങനെ ദിവസം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 21 ദിവസം 40 ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ ഉപവാസത്തിൻ്റെ 15-ാം ദിവസമാണ്, എൻ്റെ ഉപവാസത്തിൻ്റെ 24-ാം ദിവസമാണ്, എൻ്റെ ഉപവാസത്തിൻ്റെ 30-ാം ദിവസമാണ്. ഇങ്ങനെ ദിവസത്തിൻ്റെ കണക്ക് പറഞ്ഞു പോകുന്ന പരിപാടിയൊന്നും ദൈവവചനപ്രകാരം ഉപവാസമല്ല. കാരണം ദൈവം ഇതിനൊന്നും കണക്ക് നോക്കുന്നില്ല. നാം എത്ര നേരം ദൈവസന്നിധിയിൽ ഹൃദയം ദൈവവുമായി നേരെയാക്കിയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അല്ലാതെ നാം ഒരു ദിവസമേ ദൈവസന്നിധിയിൽ ഇരുന്നുള്ളെങ്കിലും ആ ഇരിക്കുന്ന സമയം ദൈവവുമായി നമ്മുടെ ഹൃദയം നേരുള്ളതാണെങ്കിൽ, ദൈവവുമായി നമുക്കൊരു സജീവമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉപവാസത്തിന് പ്രസക്തിയുള്ളൂ. അതിനു പകരം സഹോദരനോട് പകവെച്ചുകൊണ്ട് അല്ലെങ്കിൽ സഹവിശ്വാസികളോട് പകവെച്ചുകൊണ്ട് അയൽക്കാരനോട് പകവെച്ചുകൊണ്ട് ഞാൻ ഉപവസിക്കുകയാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്നാൽ വെറുതെ മെനക്കേട് എന്നല്ലാതെ അതിന് മറ്റൊന്നും പറയുവാനില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഉപവാസത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ ശ്രമിക്കുന്നത്. ഉപവാസത്തിന് വളരെ പ്രാധാന്യം കർത്താവ് കൊടുത്തിട്ടുണ്ട്. കർത്താവ് തന്നെയാണ് പറഞ്ഞത്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോവുകയില്ല. അപ്പോൾ ചില വിഷയങ്ങൾക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, ചില വിഷയങ്ങൾ മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നടന്നു എന്ന് വരികയില്ല. അതിനോടുകൂടി
ആ പ്രാർത്ഥന കുറച്ചുകൂടെ സജീവമാക്കുന്നതിന് വേണ്ടി, ആ പ്രാർത്ഥന കുറച്ചുകൂടെ ചലനാത്മകമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ ഉപവാസം കൂടെ എടുത്ത് ദൈവസന്നിധിയിൽ കാര്യങ്ങൾ നേടിയെടുക്കുന്ന സംഭവങ്ങൾ, വിഷയങ്ങൾ നമുക്ക് ദൈവവചനത്തിലും നമ്മുടെ സമൂഹത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒന്നാം ഭാഗം എന്ന് പറയുന്നത് ഫേക്കായിട്ടുള്ള ഉപവാസക്കാരോടെ കുറിച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ അരുത്. മനുഷ്യരുടെ മുമ്പിൽ മുഖം വിരൂപമാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ക്ഷീണമൊന്നുമില്ല, എങ്കിലും ക്ഷീണം അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന ഉടനെ, കഴിഞ്ഞ ഒരാഴ്ചയുടെ ഉപവാസമായതുകൊണ്ട് ഉപവാസത്തിൻ്റെ ക്ഷീണം. ഇത് ഇങ്ങനെ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം കിട്ടിയെന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ ഉപവസിക്കുന്നു എന്ന് മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ എൻ്റെ ഉപവാസം ഇങ്ങനെ പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ റെസിപ്റ്റ് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ കൊടുത്തതിൻ്റെ ഇവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞു. ദൈവസന്നിധി പിന്നെ പ്രാപിക്കാൻ ഒന്നും കിടപ്പില്ല എന്നുള്ളതാണ് കർത്താവ് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് പറയുന്നത് എന്നുള്ളത് ഓർക്കണം. ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നാം വരികയാണ്. രണ്ടാം ഭാഗത്ത് കർത്താവ് പറയുന്നത് അവിടെ ഇങ്ങനെയാണ്: നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. അപ്പോൾ ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ശരിയായ ഉപവാസം ചെയ്യുന്ന ആളുകളെല്ലാം തലയിൽ എണ്ണയും തേച്ച് മുഖവും കഴുകി നടക്കണോ എന്നുള്ളത്. അതൊരു പ്രയോഗമാണ്. അതെന്താണ് ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തരാം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുമ്പോൾ നീയോ ഉപവസിക്കുമ്പോൾ, അപ്പോൾ ഉപവാസം കൊണ്ട് പ്രയോജനമുണ്ടെന്നും ഉപവാസത്തിന് അനുകൂലമായിട്ടുമാണ് കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നീയോ ഉപവസിക്കുമ്പോൾ, അപ്പോൾ നീ നിശ്ചയമായും ഉപവസിക്കണം എന്നൊന്നും അല്ല കർത്താവ് പറയുന്നത്. നീ ഉപവസിക്കുമ്പോൾ, നിനക്കൊരിക്കൽ ഉപവസിക്കണമെന്ന് തോന്നി, നീ ഉപവസിക്കുമ്പോൾ അതെങ്ങനെ ആയിരിക്കണം എന്നുള്ള നല്ലൊരു പാറ്റേൺ കർത്താവ് അവരുടെ മുമ്പിൽ വെക്കുകയാണ്. ദൈവവചനം നിങ്ങൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഉപവാസത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ ഉപവാസത്തോടുള്ള ബന്ധത്തിലെ ചില വേദഭാഗങ്ങൾ കാണുവാൻ കഴിയും. നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞുവിടാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 30-ാം വാക്യം, 1 കൊരിന്ത്യർ 7-ാം അധ്യായം 5-ാം വാക്യം. ഇതിലെ ചില വാക്യങ്ങളിലൂടെ നാം പിന്നീട് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ശേഷം ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരും. ഇവിടെ കർത്താവ് പറയുന്നത് നീയോ ഉപവസിക്കുമ്പോൾ, അപ്പോൾ കർത്താവ് ഈ ഉപവാസത്തിന് അല്ലെങ്കിൽ ഉപവസിക്കുന്നതിന് അനുകൂലമായിട്ടാണ് കർത്താവ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. വേദപുസ്തകത്തിൽ ചില സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാം. റിയലായിട്ടുള്ള ഉപവാസം കൊണ്ട് ദൈവസന്നിധിയിൽ വലിയ കാര്യങ്ങൾ സാധിച്ചതായ ചില സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന്, യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവ് അവൻ്റെ രാജ്യത്തിനു നേരെ അമോന്യരും മോവാബ്യരും യുദ്ധത്തിന് വരികയാണ്. അപ്പോൾ അമോന്യരും മോവാബ്യരുടെയും ആ ശത്രു സൈന്യം യഹോശാഫാത്തിൻ്റെ രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ യഹോശാഫാത്ത് ഉപവാസം പ്രസിദ്ധമാക്കി അദ്ദേഹം ഉപവസിച്ചു എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് 2 ദിനവൃത്താന്തങ്ങൾ 20-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. ആ ഉപവാസം കൊണ്ട് അല്ലെങ്കിൽ ഈ ശത്രുക്കൾ വരുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ രാജാവ് താഴ്ന്നു ദൈവമേ സഹായിക്കണമേ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ആവശ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ യുദ്ധത്തിൽ യഹോശാഫാത്ത് വിജയിച്ച ചരിത്രം നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. രണ്ടാമതായിട്ട് വളരെ പ്രസിദ്ധമായ കഥയാണ് എസ്തേർ എന്ന് പറയുന്ന സ്ത്രീ. അവൾ അഹശ്വരേഷ് എന്ന് പറയുന്ന രാജാവുമായിട്ടുള്ളതായ ആ രാജാവിൻ്റെ പട്ടമഹർഷിയാകുന്നതിനുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ദുഷ്ടനായ ഹാമാൻ യഹൂദന്മാരെ പൂർണ്ണമായും സമൂഹത്തിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കഴുകുമരം പണിത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മൊർദെഖായി എന്ന് പറയുന്ന അയാൾ ഈ എസ്തേറിനോട് പറയുന്നു, നീ രാജസന്നിധിയിൽ ചെല്ലണം, നീ രാജാവിനോട് പറയണം, ഈ യഹൂദന്മാരെ കൊല്ലുന്നതിന് വേണ്ടിയുള്ളതായ ഹാമാന്റെ തന്ത്രങ്ങൾ, ഈ വക കാര്യങ്ങൾ നീ രാജാവിനെ അറിയിക്കണമെന്ന് പറഞ്ഞ് ആ സമയത്ത് എസ്തർ മൊർദെഖായിയോട് പറയുന്നു, ഞാൻ രാജസന്നിധിയിൽ പോകാം, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ആ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ യഹൂദ സമൂഹം എസ്തേർ രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ രാജാവിൻ്റെ ചെങ്കോൽ എസ്തേറിൻ്റെ നേരെ നീട്ടിയാൽ മാത്രമേ രാജസന്നിധികളൊക്കെ അടുക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ അനുകൂലമായൊരു നിലപാട് രാജാവിൽ നിന്നുണ്ടാകുന്നതിന് വേണ്ടി എസ്തേർ പറഞ്ഞതനുസരിച്ച് മൊർദെഖായിയും യഹൂദ സമൂഹവും ഉപവസിച്ചു എന്നുള്ളതാണ്. അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ
എസ്തേർ രാജാവിൻ്റെ രാജമുറിയിലേക്ക് കയറിയപ്പോൾ അഹശ്വേരോശ് രാജാവ് ചോദിക്കുന്നു, എസ്തേർ രാജ്ഞിയെ, എന്താണ് നിന്റെ വിഷയം എന്ന് പറഞ്ഞ് അനുകൂലമായ കാര്യം നേടിയെടുക്കുന്നത് നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. മൂന്നാമതായിട്ട്, എസ്രായുടെ നേതൃത്വത്തിൽ മതിൽപ്പണി നടക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എസ്രായുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. എസ്ര അവിടെ ഉപവാസം പ്രസിദ്ധമാക്കുന്നു. ആ ഉപവാസത്തിൽ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാൻ ജനത്തോടെല്ലാം പറയുന്നു, നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ വിനയപ്പെടുത്തണം. കാരണം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി, ദൈവം അവർക്ക് അനുകൂലമായി നിൽക്കേണ്ടതിന് വേണ്ടി നിങ്ങളെ തന്നെ വിനയപ്പെടുത്തണം എന്ന് പറഞ്ഞ് ജനത്തെ ഉപവാസത്തിലേക്ക് നയിക്കുന്ന എസ്രയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങളിൽ. അടുത്തത്, വളരെ പ്രസിദ്ധമായ മറ്റൊരു ഉപവാസം നടന്നത് നിനവെ പട്ടണത്തിലാണ്. നിനവെ പട്ടണത്തിന് ന്യായവിധി വരുന്നു എന്നുള്ളതായ ന്യായവിധിയുടെ സന്ദേശവുമായി പോയ ആളാണ് യോന പ്രവാചകൻ. അപ്പോൾ യോന നിനവയിലുള്ളതായ ആളുകളോട് ചെന്ന് അവരോട് ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ന്യായവിധി വരുന്നു എന്നുള്ളതായ ന്യായവിധിയുടെ സന്ദേശം അറിയിച്ചു കഴിഞ്ഞപ്പോൾ, നിനവയിലെ രാജാവും രാജകൊട്ടാരത്തിലെ തൻ്റെ പ്രഭുക്കന്മാരും രാജസദസ്സും ആബാലവൃദ്ധം ജനങ്ങളും എന്തിന് കന്നുകാലികൾ വരെ ഉപവസിച്ച ചരിത്രമാണ് യോനയുടെ പുസ്തകത്തിലുള്ളത്. കന്നുകാലി വരെ ഉപവസിച്ചു, നാൽക്കാലികൾ വരെ ഉപവസിച്ചു എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾക്ക് അന്ന് യജമാനന്മാർ ആഹാരം കൊടുത്തില്ല, അതിനെ കൊണ്ടൊരു ജോലിയും ചെയ്യിച്ചില്ല. അപ്പോൾ പൂർണ്ണമായും നമ്മുടെ ഇന്നത്തെ കാലത്തെ ഹർത്താൽ പോലെ അല്ലെങ്കിൽ ബന്ധു പോലുള്ള അനുഭവം നിനവെ പട്ടണത്തിലുണ്ടായി. പക്ഷെ ബന്ധു നടത്തി കല്ലെറിയാനല്ല അവർ പോയത്. അവർ ഈ എല്ലാ കാര്യങ്ങളും വെടിഞ്ഞ് പൂർണ്ണമായും ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് ദൈവമുഖം അന്വേഷിച്ച് ന്യായവിധി ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി നിനവെ പട്ടണക്കാർ, ആബാലവൃദ്ധം ജനങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. നിനവേക്ക് വരുവാനിരുന്ന ന്യായവിധിയെ ദൈവം ഒഴിവാക്കി വിട്ടു എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം വലിയ വലിയ സംഭവങ്ങൾ ഒഴിവാക്കി പോകുന്നതിന് വേണ്ടി പ്രാർത്ഥനയും ഉപവാസവുമായി അത് നേടിയെടുത്ത ചില സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അടുത്തതായിട്ട്, ഏലിയാവിൻ്റെ കാലത്ത് ആഹാബ് എന്ന് പറയുന്ന ദുഷ്ട രാജാവ്, ആഹാബ് വാസ്തവത്തിൽ കുഴപ്പക്കാരനായിരുന്നില്ല, തൻ്റെ ഭാര്യയായിരുന്ന ഈസബേൽ മുഖേനയാണ് അദ്ദേഹം അങ്ങനെ ആയത്. അപ്പോൾ ആഹാബിനോട് ചെന്ന് ഏലിയാവ് ദൂതറിയിക്കുന്ന സമയത്ത് ദേശത്തിന്മേൽ വരാൻ പോകുന്ന അനർത്ഥത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ആഹാബ് ഉപവാസത്തിന് തീരുമാനമെടുത്തും ഉപവസിക്കുന്ന ചരിത്രം 1 രാജാക്കന്മാർ 21-ാം അധ്യായം 27 കാണുവാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും ഇതിൽ ദാനിയേൽ പ്രവചനത്തിലേക്ക് നാം വരുമ്പോൾ, ദാനിയേൽ 21 ദിവസം താൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് ദൈവസന്നിധിയിൽ നിന്നും ദൂതനെ അയക്കുന്നു. ആ ദൂതനെ പാർസി രാജ്യത്തിൻ്റെ പ്രഭു വഴിയിൽ തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ദാനിയേൽ പ്രവചനത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതുകൂടാതെ കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ച ചരിത്രം പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്ന സംഭവമാണ്. ഇതിൻ്റെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപവാസം എന്ന് പറയുന്നത് ദാവീദ് രാജാവ് ഉപവസിച്ച ചരിത്രമാണ്. ദാവീദ് രാജാവ് ബത്ശേബ എന്ന് പറയുന്ന സ്ത്രീയിൽ അവിഹിതമായി തനിക്കുണ്ടായതായ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ അതിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുന്നു. നാഥാൻ പ്രവാചകൻ കടന്നു എന്ന് കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയുന്നു, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ് ആ പാപത്തോടുള്ള ബന്ധത്തിൽ ദാവീദിനെതിരായിട്ട് നാഥാൻ പ്രവാചകൻ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ സാഹചര്യത്തിലുണ്ടായ കുഞ്ഞ് മരണമെന്ന് പറയുന്നത് സംഭവിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞ് ദീനമായി കിടന്നായ സമയത്തും 7 ദിവസം ഈ ദാവീദ് രാജാവ് ഉപവസിച്ചു കുഞ്ഞിൻ്റെ വിടുതലിന് വേണ്ടി. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിക്കുകയായിരുന്നു. അതിന് രക്ഷ പ്രാപിച്ചില്ല, അല്ലെങ്കിൽ രക്ഷപ്പെട്ടില്ല. അപ്പോൾ ആ 7 ദിവസം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് തൻ്റെ ഉപവാസം അവസാനിപ്പിച്ച് ദാനിയേൽ എഴുന്നേറ്റു. കാര്യം കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആളുകൾ ചോദിച്ചു, എല്ലാവരും വിചാരിച്ചത് ഈ കുഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ ദാവീദ് രാജാവിൻ്റെ ദുഃഖം കൂടുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. കാരണം കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇനി ഉപവസിച്ചിട്ട് കാര്യമില്ല, കാര്യം ഈ കുഞ്ഞിൻ്റെ വിടുതലിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അതിൽ നടന്നു. ഇനിയും അവനെ ദൈവസന്നിധിയിൽ കാണുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ വിഷയത്തിൽ ദാവീദ് ആശ്വാസം കൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ നോക്കിയാൽ, നിങ്ങളോട് ഷെയർ ചെയ്ത ഈ ഉപവാസം നടന്ന സംഭവങ്ങളെല്ലാം അവിടെ പ്രധാനമായും ഉപവാസത്തിൽ നടന്നൊരു വിഷയം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വിനയപ്പെട്ടു എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ വിനയപ്പെടാതെ
നിഗളവും മറ്റു കാര്യങ്ങളും എല്ലാം കൈവശം തന്നെ വെച്ചോണ്ട്, അല്ലെങ്കിൽ സകല വക്രതകളും കയ്യിൽ വെച്ചുകൊണ്ട് 40 അല്ല 400 ദിവസം ഉപവസിച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഞാനീ പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല, ദൈവവചനത്തിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എത്ര വലിയ ഉപവാസവീരനാണെങ്കിലും കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇത്ര ദിവസം ഉപവസിക്കുന്നു എന്ന് കൊട്ടിഘോഷിച്ചിട്ടോ മാധ്യമങ്ങളിലും മറ്റ് തലങ്ങളിലുമെല്ലാം പ്രസിദ്ധം ചെയ്തിട്ടോ കയ്യിലിരിപ്പ് അല്ലെങ്കിൽ ശുദ്ധ മനസാക്ഷി ഇല്ലെങ്കിൽ, വക്രതയുള്ളതായ കാര്യങ്ങളാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ, ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലെങ്കിൽ, സഹവിശ്വാസികളോടും സഹശുശ്രൂഷകന്മാരോടും നീതിയോടും നേരോടും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഇങ്ങനെയുള്ള ഉപവാസമൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോകുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ ഉപവാസം കൊണ്ട് അവരെന്ത് നേടി എന്ന് ചോദിച്ചാൽ, ജനത്തെ കളിപ്പിക്കാം ഇയാൾ ഭയങ്കര ഉപവാസക്കാരനാണെന്ന്, അല്ലെങ്കിൽ അത്രയും നേരം ആഹാരം കഴിക്കാതിരുന്നെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ചെറിയൊരു ക്ഷീണമുണ്ടായെങ്കിൽ അതും മിച്ചം. ദൈവസന്നിധിയിൽ ഇങ്ങനെയുള്ളതായ പരിപാടി കൊണ്ടൊന്നും ഉപവാസം എന്നുള്ള നിലയിൽ ദൈവസന്നിധി പ്രതിഫലമില്ല എന്ന കാര്യം. ഉപവാസത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഹൃദയം താഴ്ത്തുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ ഹൃദയങ്ങൾ താഴ്ത്തി വിനയപ്പെടുത്തി നടത്തുന്ന ഉപവാസം മാത്രമേ ദൈവം ഉപവാസമായി കണക്കിട്ടിട്ടുള്ളൂ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചുള്ള ഒരു വേദഭാഗം നിങ്ങളെ ഞാൻ വായിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ശരിയായ ഉപവാസമെന്ന് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ജനങ്ങൾ ഉപവാസമാണെന്നും പറഞ്ഞ് നടക്കുകയാണ്. വർഷത്തിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു എന്നൊക്കെയുള്ള നിലയിൽ ഇവർ അതിൽ പ്രശംസിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ ദൈവം ചോദിക്കുന്നു, നിങ്ങൾ ആർക്ക് വേണ്ടി ഉപവസിക്കുന്നത്? ഇതാണോ ഉപവാസം എന്നുള്ള നിലയിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട്. കാരണം ദൈവം നോക്കുമ്പോൾ ഇവരുടെ അഹങ്കാരത്തിന് കുറവില്ല, ദൈവം നോക്കുമ്പോൾ നിഗളത്തിന് കുറവില്ല, അല്ലെങ്കിൽ സ്വഭാവത്തിൽ യാതൊരു വ്യത്യാസവും വരാതെ, യാതൊരു വ്യതിയാനവും ഇല്ലാതെ ഉപവാസിക്കുന്നു, അല്ലെങ്കിൽ ഉപവാസ വീരന്മാർ എന്നുള്ള പേരെടുത്ത് ചില കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നു. സമൂഹത്തിൻ്റെ മധ്യത്തിൽ ചില ചെപ്പടികൾ കാട്ടിക്കൂട്ടി സൽപ്പേരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. മാധ്യമങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ആത്മീയ പ്രസ്ഥാനങ്ങളിൽ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇന്നടത്ത് 21 ദിവസത്തെ ഉപവാസം, ഫോട്ടോ സഹിതമാണ് വാർത്ത, അല്ലെങ്കിൽ ഇന്നടത്ത് 40 ദിവസത്തെ ഉപവാസം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉപവസിക്കുന്നവരുടെ പടം, നേതൃത്വം കൊടുക്കുന്നവരുടെ പടം, ഇതാണ് ഉപവാസം. ദൈവത്തിൻ്റെ വചനം പറയുന്ന അതല്ല ഉപവാസം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് തന്നെത്താൻ താഴ്ത്തി ദൈവമുഖം അന്വേഷിക്കുന്ന, വളരെ ക്വയറ്റായിട്ട് മറ്റാരും അറിയാതെ മറ്റൊരു പ്രസിദ്ധിയും കൊടുക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മറ്റ് യാതൊരു വിധമായ സ്ഥാപിത താല്പര്യങ്ങളുമില്ലാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് സമയം ദൈവവുമായി പങ്കിട്ട് ദൈവമുഖം അന്വേഷിക്കുന്ന മനോഹരമായ സമയമാണ് ദൈവവചന പ്രകാരമുള്ളതായ ഉപവാസം എന്ന് പറയുന്നത്. ഞാൻ വളരെ വേഗം ഈ ഭാഗം മുമ്പോട്ട് പോകട്ടെ. ഇതിൽ ഇനി നാം ഈ ഉപവാസം കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളത് പറയുവാനാണ് ഞാൻ തുടർന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, നാം ദൈവസന്നിധിയിൽ ഉപവസിച്ച് സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവികമായ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഞാനിത് വെറുതെ പറയുകയല്ല, ഇതിനെല്ലാം ഞാൻ തെളിവുകൾ സഹിതമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദാനിയേൽ പ്രവചനത്തിൽ ഭക്തനായ ദാനിയേൽ താൻ ഉപവസിക്കുന്ന സമയത്ത്, താൻ ഉപവാസത്തോടു കൂടി ഇരിക്കുമ്പോൾ, പ്രവാസികൾ ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ താൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഇസ്രായേൽ മക്കളുടെ പ്രവാസകാലം എത്ര നാൾ കൊണ്ട് തീരും എന്നുള്ളത്, 70 വർഷം കൊണ്ട് തീരും എന്നുള്ളത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന കാര്യം അത് വെളിപ്പെട്ട് വന്നത് താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. അപ്പോൾ ദൈവിക വെളിപ്പാടുകൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വ്യക്തികൾക്ക് ദൈവിക വെളിപ്പാടുകൾ ലഭിക്കുന്നു എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമതായിട്ട്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദൗത്യങ്ങൾ നാം ഏറ്റെടുക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ചുമതല നാം ഏറ്റെടുക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ളതായ സമയങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിൽ ദൈവത്തിൻ്റെ ആലോചന വ്യക്തമായി പ്രാപിച്ച് മുമ്പോട്ട് പോകുന്നത് നമുക്ക് നല്ലതാണ്. ഇത് വേദപുസ്തകത്തിൽ നിന്ന് മാത്രമല്ല, അനേക ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ട അനേക ദൈവദാസന്മാർ, അനേക ഭക്തരായ ആളുകൾ അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നും അവരുടെ പുസ്തകങ്ങളിൽ നിന്നും ഞാൻ വായിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻസ് അവരെടുക്കുന്ന സമയത്തും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്.
മനുഷ്യർ പറഞ്ഞിട്ടല്ല, ദൈവം പറയുന്നതിനനുസരിച്ച് ദൈവത്തിൽ നിന്ന് വ്യക്തമായ ഒരു ആലോചന പ്രാപിച്ചിട്ട് ആ ദൗത്യം ഏറ്റെടുക്കുന്നതായ രംഗങ്ങളാണ്. മറ്റൊന്ന്, പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്നതിനുള്ള ബന്ധത്തിൽ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ അന്ത്യോക്യയിലെ സഭ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇരിക്കുന്ന സമയത്താണ് അവിടെ പെട്ടെന്ന് ദൈവാത്മാവ് പ്രവർത്തിക്കുകയാണ് അന്ത്യോക്യ സഭയിൽ. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചിട്ട് പറഞ്ഞു, ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ശൗലിനെയും ബർന്നബാസിനെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുവീൻ എന്നുള്ളതായ ദൈവികമായ ആലോചന ഉണ്ടായത് അന്ത്യോക്യ സഭയുടെ പ്രാർത്ഥനയുടെ നടുക്കാണ്. അപ്പോൾ സഭ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമൂഹം പ്രാർത്ഥിക്കുന്ന ആ സമയത്തും ദൈവം അതിൻ്റെ മധ്യത്തിൽ വ്യക്തമായി ഇടപെടുന്നു എന്നുള്ളതാണ്. ഇത് സമൂഹമായിട്ടിരുന്ന് ഉപവസിക്കുന്ന കാര്യങ്ങളായി ഇപ്പോൾ ഈ പറഞ്ഞത് ഞാൻ വ്യക്തിപരമായ ഉപവാസമല്ല, ഒരു ഗ്രൂപ്പ്, ഒരു ചർച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നു. ശൗലിനെയും ബർന്നബാസിനെയും ഞാൻ അവരെ കൊണ്ട് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുവിൻ, കൈവച്ച് വേർതിരിക്കുവിൻ എന്നുള്ളതായ ദൈവികമായ ആലോചന അവരുടെ നടുവിൽ മുഴങ്ങുകയാണ്. ശൗലിനെയും ബർന്നബാസിനെയും അവരെ കൈവച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നു. അവർ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് പിന്നീട് പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട്, ദൈവത്തിൻ്റെ ഹിതം അറിയുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞത് നമുക്കും പ്രായോഗികമായ കാര്യമാണ്. നാം ഒരു വിഷയത്തിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിന്മേൽ തീരുമാനമെടുക്കുമ്പോൾ നമുക്കത് നല്ലതാണെന്ന് തോന്നാം. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സ്നേഹിതർ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളികൾ ഒക്കെ ഇതിനെക്കുറിച്ച് നല്ലത് തന്നെയായിരിക്കാം പറയുന്നത്. എങ്കിൽ പോലും നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന്, ദൈവമേ, ഈ കാര്യം അങ്ങയുടെ ഹിതമാണോ? നാം ഒരു ബിസിനസ് ആരംഭിക്കുന്നു, നാം ഒരു വസ്തു വാങ്ങുന്നു, അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നു, അല്ലെങ്കിൽ നാം ഒരു തൊഴിലിൽ പ്രവേശിക്കുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം, ഇങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമേ നാം തീരുമാനിക്കുമ്പോൾ ഇത് ദൈവഹിതമാണോ, ദൈവഹിതം ഇതിൽ എന്താണ് എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം വേർതിരിച്ചിരുന്നു ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുന്നത് നല്ലതാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഈ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവസന്നിധിയിൽ നാം ഇങ്ങനെ സമയം വേർതിരിക്കുമ്പോൾ നിശ്ചയമായി നമുക്കുണ്ടാകേണ്ടതായ കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ച വിനയവും നിർമ്മല ഹൃദയവും ദൈവസന്നിധിയിലെ താഴ്മയുമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് ഇടപെടുവാൻ കഴിയുകയുള്ളൂ. ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, ഹൃദയ പരമാർത്ഥത ഉള്ളവർക്ക് അവൻ്റെ കൃപ ലഭിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് ഇതിനെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ കർത്താവിൻ്റെ വചനവുമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതായ നിരവധി ഭക്തരായ ദൈവദാസന്മാരുണ്ട്. അവരൊക്കെ അങ്ങനെയുള്ളതായ ദൗത്യത്തിന് വേണ്ടി അവർ ഇറങ്ങിപ്പോയപ്പോൾ, പ്രത്യേകിച്ച് അവരതിനു മുമ്പ് പോകാത്ത ഒരു സ്ഥലം, പ്രതികൂലങ്ങൾ നിറഞ്ഞതായ സ്ഥലം, ആരും സഹായിപ്പാനില്ലാത്തൊരു സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പുറപ്പെടുന്ന സമയത്തും വാസ്തവത്തിൽ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. ദൈവം അവർക്ക് കൊടുത്ത നിയോഗമനുസരിച്ചും ദൈവം അവർക്ക് കൊടുത്തിരുന്ന ബലമനുസരിച്ചും ധൈര്യമനുസരിച്ചുമാണ് അവർ പുറപ്പെട്ടത്. അവരുടെ ശുശ്രൂഷയിൽ അത് കാണുവാനായിട്ടും കഴിയുന്നുണ്ട്. ആ നിലയിൽ അവർ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് നമ്മുടെ ഈ ഉപവാസത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന ഈ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് ദൈവം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഉപവാസം എന്താണ് എന്നുള്ളത് ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി യെശയ്യാ പ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ ഞാൻ വായിക്കാം. യെശയ്യാവ് 58-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേര് പറയുന്നതോ? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസ രക്തങ്ങളായിരിക്കുന്നവർക്ക്
നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അവിടെ വ്യക്തമായി പറയുന്നു, നീ ചെയ്യുന്ന പരിപാടിയല്ല ഉപവാസം, എനിക്ക് പ്രസാദകരമായ ഉപവാസം ഇതാണ് എന്ന് പറഞ്ഞു ദൈവം ആ വിഷയം ഇസ്രായേലിനോട് പറയുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടാം, ദൈവസന്നിധി നമുക്ക് താഴ്ത്താം, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം, ദൈവിക ആലോചന പ്രാപിച്ചു മുമ്പോട്ട് പോകുവാൻ സമയം വേർതിരിച്ച് രഹസ്യമായി ദൈവസന്നിധിയിൽ ഇരുന്ന് സമയം വേർതിരിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.